ഓക്കെ, ഗുഡ് മോർണിംഗ് ഓൾ. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിന് തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ വരെയാണ് കംപ്ലീറ്റ് ചെയ്തത്. സോ ഇന്ന് നമുക്ക് അതിന്റെ ബാലൻസ് നോക്കാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ വരെ നമ്മൾ ചെയ്തു. ഇനി അതിന്റെ അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ ഇതൊരു മാച്ച് ദ ഫോളോയിങ് ആണ്. ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തത്, അതിന്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലൈസൻസിങ് 1956. ഇത് നമ്മൾ തേർഡ് ചാപ്റ്ററിൽ പഠിച്ചതുമായിട്ട് റിലേറ്റഡ് ആണ്. നബാർഡ് റൂറൽ ക്രെഡിറ്റ് 1958, ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് കമ്മ്യൂൺസ് 1982, അതുപോലെ പ്രൈവറ്റൈസേഷൻ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് 1991. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത് പോണത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെച്ചിരിക്കുക. ഡിസ്കസ് സാലന്റ് ഡെമോഗ്രാഫിക് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ചൈന, പാകിസ്ഥാൻ ആൻഡ് ഇന്ത്യ. അതുകൊണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ബോക്സിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഇവിടെ ആൻസർ എഴുതേണ്ടത് കേട്ടോ. അപ്പൊ ഈ ഒരു ബോക്സിൽ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് വെച്ചിട്ട് ആൻസർ പ്രിപ്പയർ ചെയ്യാം. അടുത്തത് ഫോളോയിങ് ടേബിൾ ഷോസ്. ഇങ്ങനത്തെ ടേബിളിന്റെ ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. ഇത് ഇങ്ങനെ ടേബിളിൽ കൊടുത്തിട്ട് അത് അനലൈസ് ചെയ്യാൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓക്കെ, ഇതും അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നേരത്തെ ചോദിച്ചിട്ടുള്ളതാണ്, 2011 ചോദിച്ചതാണ്. പക്ഷെ ഇനി ഈ ഒരു ട്രെൻഡ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ട്രൂ ഓർ ഫോൾസ് ആണ്. ഇൻ ഓർഡർ ടു അട്രാക്ട് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് സ്പെഷ്യൽ എക്കണോമിക് സോൺ, അതാണ് SEZ എന്ന് പറയുന്നത്, വാസ് സെറ്റപ്പ് ഇൻ പാകിസ്ഥാൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ആക്ച്വലി ഫോൾസ് ആണ് കേട്ടോ. ഇത് ഫോൾസ് ആണ്. കാരണം പാകിസ്ഥാനിലല്ല, ചൈനയിലാണ് സ്പെഷ്യൽ എക്കണോമിക് സോൺ തുടങ്ങിയിട്ടുള്ളത്. ഓക്കെ, China is one of the fastest growing economies in the world. Analyze some of the socio-economic indicators given in the table. വീണ്ടും ഒരു ടേബിൾ ക്വസ്റ്റ്യൻ ആണ്. എന്നിട്ട് കമ്പയർ ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ആ ടേബിൾ കൃത്യമായിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് അത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇപ്പൊ എവിടെയാണ് കൂടുതൽ എവിടെയാണ് കുറവെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതങ്ങ് സെന്റൻസ് ബൈ സെന്റൻസ് ആയിട്ട് എഴുതി വെച്ചാൽ മതി. ഓക്കെ, അടുത്തത് ഡു യു സപ്പോർട്ട് ഇൻട്രൊഡക്ഷൻ ഓഫ് ദ വൺ ചൈൽഡ് നോം ഇൻ ഇന്ത്യ ടു കൺട്രോൾ ദ പോപ്പുലേഷൻ ഫോളോയിങ് ദ ചൈനീസ് മോഡൽ, ഗീവ് 2 ആർഗ്യുമെന്റ്സ് ഇൻ സപ്പോർട്ട് ഓഫ് യുവർ ആൻസർ എന്നാണ് പറയുന്നത്. അപ്പം ഈ വൺ ചൈൽഡ് നോം നമ്മുടെ ഇന്ത്യയിൽ കൊണ്ടുവരുന്നതിനെ പറ്റിയിട്ടുള്ള ഒപ്പീനിയൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതിൽ 2 ആർഗ്യുമെന്റ്സ് നമുക്ക് എഴുതാൻ പറ്റുന്ന, ഒന്ന് ഇറ്റ് വിൽ റെഡ്യൂസ് ദ പ്രഷർ ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത് കുറയ്ക്കും. അതുപോലെ ഫുഡ് ഇൻസഫിഷ്യൻസിയുടെ പ്രോബ്ലംസ് കുറയ്ക്കും. 2 കാര്യങ്ങൾ. വേറെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ലോജിക്കലായിട്ടുള്ളത് എഴുതാം. China did not have any compulsion to introduce reforms, but China introduced structural reforms in 1978. അപ്പൊ എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു IMF-ഉം അതുപോലെ വേൾഡ് ബാങ്കും ഒന്നും ചൈന എന്ത് ചെയ്തിട്ടില്ല, ചൈനയെ ഫോഴ്സ് ചെയ്തിട്ടില്ല അല്ലെ, റിഫോംസ് നടപ്പിലാക്കാൻ ഫോഴ്സ് ചെയ്തിട്ടില്ല എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പം എന്തുകൊണ്ടാണ് പിന്നീട് ഇവർ ഈ റിഫോംസ് ഇവിടെ നടപ്പിലാക്കിയെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. Many developed countries are finding it difficult to maintain a growth rate of even 5%. അപ്പോഴാണ് ചൈനയ്ക്ക് ഇവിടെ ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് ഉള്ളത് അല്ലെ. അപ്പൊ അതിന്റെ മെയിൻ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. അവരുടെ റിഫോംസിന്റെ ഒരു ബാക്ക് വെച്ചിട്ട് നിങ്ങൾ എഴുതിയാൽ മതി. പിന്നെ അതുപോലെ തന്നെ ചൈനയിൽ കൂടുതൽ അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇൻഡസ്ട്രിയൽ സെക്ടറിനാണെന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഓർക്കുക കേട്ടോ. ഇൻഡസ്ട്രിയൽ സെക്ടറിനാണ് അവർ കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പൊ അതും ചൈനയെ സംബന്ധിച്ചിട്ടൊരു മുൻതൂക്കം തരുന്ന ഒരു ഫാക്ടർ ആണെന്നുള്ള കാര്യം മറന്നു പോകരുത്. കമ്പയർ ദ ഡെവലപ്മെന്റ് പാത്ത് ഫോളോഡ് ബൈ, ഇത് നമ്മൾ കണ്ടതാണ്, ക്വസ്റ്റ്യന് റിപ്പീറ്റഡ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺട്രീസ് ആർ ദ ഹയസ്റ്റ് അഡൾട്ട് ലിറ്ററസി റേറ്റ് ആണ്, അത് ചൈനയാണ് കേട്ടോ. ഏകദേശം 90% എബവ് ഉണ്ട്. 90% ആൻഡ് എബവ് ഉണ്ടെന്നുള്ള കാര്യം ഓർത്ത് വെച്ചിരിക്കും. ഗ്രൂപ്പ് ദ ഫോളോയിങ് ഫീച്ചേഴ്സ് പെർട്ടൈനിങ് ടു ദ എക്കണോമീസ് ഓഫ് ഇന്ത്യ. അപ്പൊ ഇതും നമ്മൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ചെയ്തതാണ്. ചൈന ഈസ് മൂവിങ് അഹെഡ് ഓഫ് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ഇൻ മെനി ഓഫ് ദ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സ്. അപ്പൊ ഏതെങ്കിലും 4 പോയിന്റ്സ് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിക്ക് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ഒരു ബോക്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് റെഫർ ചെയ്യാം. ഇൻ വിച്ച് കൺട്രി വാസ് ദ ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് ക്യാമ്പയിൻ ഇനിഷ്യേറ്റഡ് ഇൻ 1958? ചൈനയാണ്, നമ്മൾ പഠിച്ചതാണ് അല്ലെ. ഗ്രേറ്റ് പ്രോലിറ്റേറിയൻ റവല്യൂഷൻ ഒക്കെ അവിടുത്തെയാണ്. കമ്പയർ ദ ഡെവലപ്മെന്റ് എക്സ്പീരിയൻസ് ഓഫ് ഇന്ത്യ, ചൈന ആൻഡ് പാകിസ്ഥാൻ വിത്ത് റെഫറൻസ് ടു ഡെമോഗ്രാഫിക് ഇൻഡിക്കേറ്റേഴ്സ്. കമ്പയർ ചെയ്യാനാണ്. ഇത് ചിലപ്പോൾ ഒരു 8 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ആയിരിക്കും നമുക്ക് ചോദിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ശ്രദ്ധിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു 4 പേജെങ്കിലും എഴുതുക. Fill in the blanks ആണ്. With the correct answers given in the following. ഫസ്റ്റ് 5-year പ്ലാൻ commenced in 1956 ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് പാകിസ്ഥാനാണ് അല്ലെ. മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് ഏറ്റവും ഹൈ ആയിട്ടുള്ളത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യയിലാണ്. പിന്നെ പ്രപ്പോർഷൻ ഓഫ് പീപ്പിൾ ബിലോ പോവർട്ടി ലൈനും കൂടുതലുള്ളത് ഇന്ത്യയിലാണ്. റിഫോംസ് ഇൻ ഡാഷ് വെർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1978, അത് ചൈനയാണ്. ഓക്കെ, ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് നമ്മൾ ഓൾറെഡി ചെയ്ത ക്വസ്റ്റ്യൻ ആണ്.
കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ഡെവലപ്മെന്റ് എക്സ്പീരിയൻസ് ഓഫ് ഇന്ത്യ, ചൈന ആൻഡ് പാകിസ്ഥാൻ. അപ്പോൾ ഏതെങ്കിലും 2 പോയിന്റ് വെച്ചിട്ട് എഴുതിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ ഒരു ടേബിൾ പോലത്തുള്ള സംഭവം യൂസ് ചെയ്തിട്ട് ഇത് എഴുതാം. സ്റ്റേറ്റ് ടു വിച്ച് കൺട്രി ദ ഫോളോയിങ് ഡെമോഗ്രാഫിക് ഫീച്ചേഴ്സ് ബിലോങ് ടു. ഹയസ്റ്റ് ആനുവൽ ഗ്രോത്ത് റേറ്റ് ഓഫ് പോപ്പുലേഷൻ അത് പാകിസ്ഥാനാണ്. ലോവസ്റ്റ് പോപ്പുലേഷൻ ഡെൻസിറ്റി ചൈനയാണ്. ലെസ് അർബനൈസേഷൻ ഇന്ത്യയാണ്. അല്ല ഹൈ ഫെർട്ടിലിറ്റി റേറ്റ് പാകിസ്ഥാനാണ്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ആസ് എ റിവിഷൻ ഇവിടെ നോക്കാനായിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ക്വസ്റ്റ്യൻസ് ഒന്ന് എഴുതി കൂടെ നോക്കുക കേട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ. നമ്മുടെ ഇന്ത്യൻ ഇക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന എക്കണോമിക്സിന്റെ ആ ഒരു +1 ഫസ്റ്റ് ആ ഒരു ടെക്സ്റ്റ് ബുക്ക് നമ്മൾ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. സോ എല്ലാവർക്കും എല്ലാ ചാപ്റ്റേഴ്സും വ്യക്തമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഫൈനൽ എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് പഠിക്കുക. ഹാപ്പി ലേണിംഗ്. താങ്ക് യു.